കൊച്ചി നഗരത്തെ ഭീതിയിലാഴ്ത്തുന്ന ചില പഞ്ചനക്ഷത്ര ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ചില നേർക്കാഴ്ചകളാണ്. എറണാകുളത്തെ ഒരു പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചില ഡോക്ടർമാരുടെ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ സാംസ്കാരിക കേരളത്തിൻ്റെ അധപ്പതനത്തിന് തന്നെ വഴിതെളിക്കുന്ന രീതിയിലുള്ളതാണ്. ഓറഞ്ച് റോളിംഗ് പേപ്പർ എന്ന കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ചുരുട്ടി വലിക്കുവാൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ റോളിംഗ് സിഗരറ്റ് പേപ്പറുകൾ ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഓൺലൈൻ ഗ്രോസറികൾ വിൽക്കുന്ന ഡെലിവറി ആപ്പുകളിലൂടെ കൊച്ചിയുടെ വിവിധ ആശുപത്രി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ പരിസരങ്ങളിലും ആശുപത്രികളിലും ഈ ഡെലിവറി നടക്കാറുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന അതിഭീകരമായ ഒരു കാര്യമാണ്. ഈ അടുത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർജനെ ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുക വരെയുണ്ടായി. ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപാകെ വരുന്നതുവരെ നമുക്ക് ഈ പോരാട്ടം തുടരാം. എന്താണ് ഈ ഓറഞ്ച് റോളിംഗ് പേപ്പർ? വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം കഞ്ചാവ് അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ നാച്ചുറൽ ഫ്ലേവേർഡോടുകൂടി തയ്യാറാക്കുന്ന ഒരു പേപ്പറാണത്. ഇത് സിഗരറ്റിൻ്റെ പുറത്തുള്ള ആ സിഗരറ്റ് ഉണ്ടാക്കാനെല്ലാം ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ്. ഈ പേപ്പറിൽ ചുരുട്ടി ഈ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകൾ വലിച്ചാൽ ഒരു പ്രത്യേക സുഖം കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ഓറഞ്ച് റോളിംഗ് പേപ്പർ എന്ന് പറയുന്ന ഈ വസ്തു ഈ പറയുന്ന ഓൺലൈൻ ആപ്പുകൾ വഴി ഇൻസ്റ്റാമാർട്ട് അതുപോലെ ബാക്കിയുള്ള ഓൺലൈൻ ഡെലിവറി സ്ഥാപനങ്ങൾ വഴി ഡെലിവറി ചെയ്യുന്നു. ഇത് ഇവരുടെ വീടുകളിലെത്തുകയാണ്, ഇവരുടെ സ്ഥാപനങ്ങളിലെത്തുകയാണ്, ഇവരുടെ ഹോസ്റ്റലിലെത്തുകയാണ്, ഇവരുടെ ആശുപത്രികളിലെത്തുകയാണ്. അവിടെ ഡോക്ടർമാരും നഴ്സുമാരും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇത് നിരന്തരം ഓർഡർ ചെയ്യുന്നതായിട്ട് ഇവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗത്തൊരു അന്വേഷണം വേണം. ഇത് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇതാരെങ്കിലും നുണ പറയുന്നതാണോ? അവരുടെ ഇൻസ്റ്റാമാർട്ടിൻ്റെ ബില്ലും അല്ലെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളുടെ ദിവസേനയുള്ള ബില്ലുകളും മറ്റും പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമാകുന്നതാണ്.